ഓണക്കാലത്ത് ഒഴിച്ചുകൂടാനാവാത്ത എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലോ ശർക്കര വരട്ടി. പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ ശർക്കര വരട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ലിഷ. വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ആദ്യം നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഏത്തക്കായുടെ കറ കളഞ്ഞെടുക്കണം. അതിന് ഞാനിവിടെ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ശർക്കര വരട്ടി ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ 1 കിലോ നാടൻ പച്ച നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. ഒരുമാതിരി നല്ല വലിപ്പമുണ്ട്. 4 അല്ലെങ്കിൽ 5 എണ്ണം വരും 1 കിലോ. ഇനി ഇത് കട്ട് ചെയ്യുന്നതിന് മുൻപ് കയ്യിൽ കറ പിടിക്കാതിരിക്കാൻ അല്പം എണ്ണ തൂത്ത് കൊടുക്കാം കേട്ടോ. കായയുടെ തൊലി കളയുന്നതിനായി 2 സൈഡും കട്ട് ചെയ്ത് മാറ്റാം. ഇനി മുകളിൽ നിന്ന് താഴെ വരെ ഇതുപോലെ വരഞ്ഞു കൊടുക്കണം. ഇനി കത്തിയുടെ തുമ്പ് വെച്ച് തൊലി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് കൈ വെച്ച് തന്നെ അങ്ങ് പൊളിച്ചെടുക്കാം കേട്ടോ. കയ്യിൽ എണ്ണ പുരട്ടിയിരിക്കുന്നത് കൊണ്ട് കറയൊന്നും പിടിക്കില്ല. ഇനി കായിൽ തൊലിയോ നാരോ എക്സ്ട്രാ എന്തെങ്കിലും പിടിച്ചിരിപ്പുണ്ടെങ്കിൽ കത്തി വെച്ചൊന്ന് ചിരണ്ടിക്കളയാം. എന്നിട്ടിത് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തന്നെ ബാക്കിയുള്ളവയും ചെയ്തെടുക്കണം. ഇനി ഒരു 10-15 മിനിറ്റിന് ശേഷം നന്നായി കഴുകിയെടുക്കാം. ഇപ്പോൾ വാഴയ്ക്കെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ടിഷ്യൂയോ തുണിയോ വെച്ച് വെള്ളമൊക്കെ ഒന്ന് ഉപ്പിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്യുന്നതിനായി നടുവേ ഒന്ന് പൊളന്നെടുക്കാം. ഇനി ഇതൊരു കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്തെടുക്കണം. സാധാ ചിപ്സ് മുറിക്കുന്നതിലും കുറച്ചുകൂടി കനത്തിൽ വേണം മുറിക്കാൻ. ഏകദേശം 1/2 സെൻറ്റിമീറ്റർ കനം വേണം. വാഴയ്ക്ക കട്ട് ചെയ്യുമ്പോൾ ഒരേ കനത്തിൽ തന്നെ മുറിച്ചെടുക്കണം. ഇല്ലെങ്കിൽ വറക്കുമ്പോൾ ഓരോന്നിൻ്റെയും മൂപ്പ് വ്യത്യാസമായി പോകും. ഈ ഒരു കനത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് വറുത്തെടുക്കണം. അതിന് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. കായ മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ എടുക്കണം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കുന്നത്. കയ്യിലേക്ക് എണ്ണ തെറിക്കാതിരിക്കാൻ വളരെ സൂക്ഷിച്ച് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. കായെല്ലാം മുകളിലേക്ക് പൊങ്ങി വരുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഏത്തയ്ക്ക വറുത്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കായ കട്ടിയുള്ളത് കൊണ്ട് ഫ്രൈ ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. തീ കൂട്ടിയിട്ട് വറുത്താൽ പുറംഭാഗം പെട്ടെന്ന് ഫ്രൈ ആവുകയും അകംഭാഗം വേകാതിരിക്കുകയും ചെയ്യും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. മൂപ്പായിട്ടുണ്ടോ എന്ന് ഒരെണ്ണം എടുത്ത് നോക്കാം കേട്ടോ. ഒന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ. അകം സോഫ്റ്റാണ്, വെന്തിട്ടില്ല. കുറച്ചുകൂടി മൂക്കാനുണ്ട്. ഇനി ഏകദേശം ഒരു 8-10 മിനിറ്റ് ആകുമ്പോഴേക്കും മൂപ്പായിക്കൊള്ളും. ഇപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല സൗണ്ടൊക്കെ ഉണ്ട്. പുറംഭാഗം ഒരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട്. വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി മൂപ്പായി വന്നിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് നോക്കാം കേട്ടോ. നന്നായി ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇനി തീ കൂട്ടിയിട്ടിട്ട് ഒന്ന് ഇളക്കാം. നമ്മൾ എപ്പോഴും എണ്ണയിൽ വറുത്തെടുക്കുന്ന പലഹാരങ്ങൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ തീ കൂട്ടിയിട്ടിട്ട് വേണം കോരിയെടുക്കാൻ. ഇല്ലെങ്കിൽ എണ്ണ കുടിക്കും. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. എണ്ണ നന്നായി കുടഞ്ഞു കളഞ്ഞിട്ട് ടിഷ്യൂ പേപ്പർ വിരിച്ച മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. അടുത്ത ബാച്ചും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഏത്തയ്ക്ക വറുത്തെടുത്തതിന് ശേഷം നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ ശർക്കരയിൽ വിളയിച്ചെടുക്കാവൂ. ഇനി നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കണം. അതിന് ഞാനിവിടെ 350 ഗ്രാം ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. ഇത് അളവുപ്പിന് ഏകദേശം 2-2.5 കപ്പ് വരും. ഇനി ഇതിലേക്ക് 3/4 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇനി തീ ഓണാക്കിയിട്ട് ശർക്കര മെൽറ്റാക്കി എടുക്കണം.
ഇപ്പോൾ ശർക്കര മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് മാറ്റാം. അടുത്തത് ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരയിലുള്ള അഴുക്കുകൾ മാറ്റുന്നതിനായി ഒരു അരിപ്പയിലൂടെ അരിച്ചൊഴിക്കാം കേട്ടോ. ഈ ഉരുളിക്ക് പകരം അടി കട്ടിയുള്ളതും വിസ്താരമുള്ളതുമായ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഇനി തീ ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ശർക്കരപ്പാനി കുറുക്കിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ശർക്കരപ്പാനി ഒറ്റനൂൽ പരുവം ആകുന്നതുവരെ കുറുക്കിയെടുക്കണം. പാനി ചെറുതായി കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിന് ഒരു ബൗളിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ചുക്കുപൊടി, 1 ടേബിൾ സ്പൂൺ ജീരകം പൊടി, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇവ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി പൊടികളുടെ ഫ്ലേവറൊക്കെ ശർക്കരപ്പാനിയിലേക്ക് നന്നായി പിടിക്കുന്നതിന് വേണ്ടി ഇതിൽ നിന്ന് പകുതി പൊടിയെടുത്ത് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇനിയും കുറച്ചുകൂടി കുറുകി വരാനുണ്ട്. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ടാവും. നമുക്ക് ഈ സമയത്തൊന്ന് നോക്കാം ഒറ്റനൂൽ പരുവമായിട്ടുണ്ടോ എന്ന്. ഇങ്ങനെ കുറച്ച് പാനി കയ്യിലെടുത്ത് വിരലുകൾ തമ്മിൽ ഒട്ടിച്ചിട്ട് അകത്തി കഴിയുമ്പോൾ ഒരു നൂല് പോലെ ഫോം ചെയ്ത് വരണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ആവശ്യമായ പാകമായിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഏത്തക്കായ ചേർത്ത് കൊടുക്കാം. ഇനി ഇവ നന്നായി യോജിപ്പിച്ചെടുക്കണം. എല്ലാ പീസയിലും ശർക്കരപ്പാനി കോട്ടായി എന്ന് ഉറപ്പുവരുത്തണം. ഇനി കൈ എടുക്കാതെ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം ഇവ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അടുത്തത് ചുക്ക് ജീരകം മിക്സില്ലേ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവയും നന്നായി യോജിപ്പിച്ചെടുക്കണം. കുറച്ചുകൂടി പഞ്ചസാരപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ട്രിപ്പായിട്ട് മൊത്തം 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പുട്ടിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഡ്രൈ ആയി വരുന്നുണ്ട്. ഓരോന്നായി വിട്ട് വരുന്നുണ്ട്. നന്നായി ഇളക്കിയെടുക്കാം കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇളക്കി യോജിപ്പിക്കാൻ. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയുടെ ബാക്കി മുഴുവനായി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിനൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണേ. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.